ഹലോ, അങ്ങനെ ഇരുന്നപ്പോ എനിക്കൊരു ക്രേവിങ്സ് എന്താന്ന് വെച്ചാൽ BP ലോ ആയതുകൊണ്ട് ഞാനാണെങ്കിൽ അടുക്കളയിലോട്ട് വന്നു കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി അലുവ ഉണ്ടാക്കിയാലോ എന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാ, നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അലുവ ഉണ്ടാക്കിയാലോ? ബാ, നമ്മൾ ഇതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. ചെറുതായിട്ട് ചോറുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, അതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ കഞ്ഞിവെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തീ കൂട്ടി വെക്കാം, കുറച്ച് വെക്കാം, അതൊക്കെ നിങ്ങളുടെ കൺസേൺ അനുസരിച്ച്. ഞാൻ ചെയ്യാറ് തീ അല്പം കൂട്ടി വെക്കും, എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കും. ഇതിപ്പോ തിളച്ചിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് ഞാനിവിടെ എനിക്ക് ഓരോ ദിവസം ഓരോ രീതിക്കാണ് ഞാൻ വെക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാണ്. എനിക്ക് ഭയങ്കര മധുരം വേണ്ട, കുറച്ച് മതി. ക്രേവിങ്സ് അല്ലേ, അപ്പൊ കുറച്ച് മതി. നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നീറ്റായിട്ട് സംസാരിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതല്ല ഞാൻ. ഇനി നമുക്കിതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കിതിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരല്പം കൂടുതൽ നെയ്യ് ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കുറേ സമയം എടുക്കും ഇതൊന്ന് ജസ്റ്റ് സെറ്റായി വരാനായിട്ട്. എനിക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനമേ ഇല്ല. എന്നാലും നമുക്ക് നോക്കാം അല്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കോള് വന്നടാ ദൈവം, ഇതെങ്ങനെ ട്രൈ എനിവേ, അല്ലെങ്കിൽ നമ്മുടെ സംഭവം ഇച്ചിരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേറെ പ്ലേറ്റിലോട്ട് മാറ്റാണ്. സമയമില്ല, തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെ ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ ഏലക്ക ആഡ് ചെയ്തു. അതൊന്ന് സെറ്റ് ആവണതിന് മുന്നേ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പൊ അത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല നട്ട്സ് ഇടുന്നത്, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. സാധനം ശരിയായി ഒന്ന് തണുക്കണം, തണുത്താലേ അതിന്റെ പാകമാവുള്ളൂ. ഇതേ നമ്മുടെ സംഭവം ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. പിന്നെ ഇത് എന്റെ ക്രേവിങ്സിന്റെ പുറത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്ത് ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷെ ഇത് എനിക്ക് കഴിക്കണം, അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് നെയ്യ് ഒഴിച്ച സ്പൂണാണ്, മെനക്കെടാൻ വയ്യ, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. എങ്ങനെ പറഞ്ഞു തരും, അടിപൊളി എന്ന് വെച്ചാൽ കടയിൽ ഇങ്ങനെ മേടിക്കാൻ കിട്ടും, പാലപ്പം എന്ന് പറഞ്ഞിട്ട്. പാലപ്പം ആണോ എന്ത് സംഭവം, സെയിം അതിന്റെ ടേസ്റ്റ്. ആദ്യമായിട്ടാണ് കറക്റ്റ് പാകത്തിന് കിട്ടണം. സോ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.